അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇന്നലെ എൻ്റെ സുഹൃത്തുക്കളിൽ കുറേ ആളുകൾ എനിക്കൊരു വീഡിയോയുടെ ലിങ്ക് അയച്ചു തന്നു. ഞാനത് തുറന്നു നോക്കുമ്പോൾ ഒരു ചെറിയ പെൺകുട്ടി എൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് കാണിച്ച് റിയാക്ട് ചെയ്യുകയാണ്. അപ്പോൾ പിന്നെ ഈ കുട്ടി ആരാണെന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ആ കുട്ടിയുടെ ചാനൽ കൂടി ഞാനൊന്ന് പരിശോധിച്ചു നോക്കി. പരിശോധിച്ച് നോക്കുമ്പോൾ ഒരു +1 പഠിക്കേണ്ട പ്രായം മാത്രമുള്ള ഒരു ചെറിയ പെൺകുട്ടി. ആ കുട്ടിക്ക് ആരെങ്കിലുമൊക്കെ ആകണമെന്ന് വലിയ ആഗ്രഹമുണ്ട്, പക്ഷേ അതിനുള്ള കഴിവൊന്നും ആ കുട്ടിക്കില്ല. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. ആരെങ്കിലുമൊക്കെ ആകാൻ വേണ്ടി ആ കുട്ടി ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി. ഇപ്പൊ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി അതിലൂടെ വൈറലാകാൻ ശ്രമിക്കുന്ന, വൈറലായിട്ടുള്ള കുറെ ആളുകളുണ്ടല്ലോ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആകാൻ വേണ്ടി ആ കുട്ടി ഒരു ചാനൽ തുടങ്ങി. പക്ഷേ കാര്യമായൊരു വിജയമൊന്നും ആ ചാനലിലില്ല. കാരണം 500, 600, 700 ഒക്കെ ആളുകൾ മാത്രമാണ് ആ കുട്ടിയുടെ വീഡിയോകൾ കാണുന്നത്. ഈ കുട്ടിക്ക് അതിനു മാത്രമല്ല, പഠിക്കാനും പ്രത്യേകിച്ച് കഴിവൊന്നുമില്ല. ഇപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞ് +1 ചേരുമ്പോൾ ഏത് സ്ട്രീം എടുക്കണമെന്ന വിഷയത്തിൽ ആ കുട്ടി ആകെ കൺഫ്യൂഷൻ ആയിരുന്നു. അങ്ങനെ അതും പറഞ്ഞൊരു വീഡിയോയും ആ കുട്ടി ചെയ്തിട്ടുണ്ട്. ആ കുട്ടി അതിൽ പറയുന്നത്, എൻ്റെ അമ്മ എന്നോട് പറഞ്ഞത് നീ ഹ്യൂമാനിറ്റീസ് എടുത്താൽ മതി എന്നാണ്. അതാകുമ്പോൾ നിനക്ക് എളുപ്പമായിരിക്കും. മറ്റേ സയൻസും കൊമേഴ്സൊക്കെ എടുക്കാന്ന് പറഞ്ഞാൽ കുറെ പഠിക്കണമല്ലോ, അതിനുള്ള കഴിവൊന്നും ഈ കുട്ടിക്കില്ല എന്ന് അമ്മക്കറിയാം. അതുകൊണ്ട് അമ്മ പറഞ്ഞു നീ ഹ്യൂമാനിറ്റീസ് എടുത്താൽ മതിയെന്ന്. എന്നിട്ടോ ഞാനിപ്പോൾ വിചാരിക്കുന്നുണ്ട് സയൻസ് എടുത്താലോ. അപ്പം അമ്മ പറഞ്ഞു സയൻസ് ഏതായാലും നിന്നെ കൊണ്ട് പൊന്തൂല. അത് എനിക്കും അറിയാം, എന്നെ കൊണ്ട് ഒരിക്കലും ആവില്ല സയൻസ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിലെ കെമിസ്ട്രി, ഫിസിക്സ്, മാത്സ് എനിക്ക് ഒരിക്കലും പൊന്തൂല. അതെ, അതൊന്നും പൊന്തൂല എന്ന് ഈ കുട്ടിക്കറിയാം. പൊന്തിക്കാൻ മാത്രമുള്ള കഴിവൊന്നും ഈ കുട്ടിക്കില്ല. അത് ഈ കുട്ടിക്കും അറിയാം, കുട്ടിയുടെ അമ്മയ്ക്കും അറിയാം. അതുകൊണ്ടാണ് അമ്മ പറഞ്ഞത് നീ ഹ്യൂമാനിറ്റീസ് എടുത്താൽ മതിയെന്ന്. ഇനി കമ്പ്യൂട്ടർ സയൻസ് എടുക്കാമെന്ന് വിചാരിച്ചാലോ, അതിനും പ്രത്യേകിച്ച് കഴിവൊന്നും ഈ കുട്ടിക്കില്ല. പിന്നെ കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ എനിക്ക് ഈ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് അതെനിക്ക് കുറച്ച് ടഫാണെന്ന് തോന്നുന്നു. എന്താ അപ്പൊ അതും പഠിച്ചു മനസ്സിലാക്കി പരീക്ഷ എഴുതി ജയിക്കാനുള്ള കഴിവൊന്നും ഈ മോൾക്കില്ലെന്ന് ആ മോൾക്ക് തന്നെ അറിയാം. ഇനി കെമിസ്ട്രിയും ഫിസിക്സും ഒക്കെ ആണെങ്കിലോ അത് വലിയ തലവേദനയാണ്. കാരണം അതൊക്കെ ഇച്ചിരി തല പുകച്ച് പഠിക്കണമല്ലോ. അതുപോലെ തന്നെ ഇപ്പോൾ ഈ കമ്പ്യൂട്ടർ സയൻസിലാണെങ്കിലോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കെമിസ്ട്രി, ഫിസിക്സ് ഉണ്ട്. ഇതാണ് ഏറ്റവും വലിയ തലവേദന. ഇതില്ലെങ്കിൽ ഞാൻ നോക്കുമായിരുന്നു, പക്ഷെ നമ്മൾ വെറുതെ ആവാത്ത പണി ചെയ്തിട്ട് ചെയ്യാൻ പാടില്ലല്ലോ. ആ കുട്ടിക്ക് അതിനൊന്നും ആകൂല, അതിനുള്ള കഴിവില്ല. പിന്നെ ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് കെമിസ്ട്രിയും ഫിസിക്സും ഒക്കെ ഒഴിവാക്കി കൊടുക്കാനും പറ്റില്ലല്ലോ. അപ്പൊ പ്രത്യേകിച്ച് കഴിവൊന്നും ഇല്ലാത്ത ഈ കുട്ടി എന്നാൽ എന്തെങ്കിലുമൊക്കെ ആകണമല്ലോ. അതിനുവേണ്ടി ആരോ ഉപദേശിച്ചു കൊടുത്തതാണോ അതല്ല ഈ കുട്ടി സ്വന്തമായി കണ്ടുപിടിച്ചതാണോ എന്നെനിക്കറിയില്ല. യൂട്യൂബിലേക്ക് തന്നെ തിരിയാം, എന്നിട്ട് യൂട്യൂബില് മതങ്ങളെ കുറ്റപ്പെടുത്താം. പ്രത്യേകിച്ച് ഉസ്താദുമാര്, തൊപ്പി വെച്ചവര്, തലേക്കെട്ട് കെട്ടിയവര്, ഇങ്ങനെ ഉസ്താദുമാർ എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതൊരു ക്ലിപ്പാക്കുക, എന്നിട്ടൊരു ഷോർട്ട് വീഡിയോ ആക്കുക. അതിങ്ങനെ യൂട്യൂബിലൂടെ ഒന്ന് ഇട്ട് നോക്കാം. പഠിക്കാൻ കഴിവില്ല, നല്ലൊരു കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് വീഡിയോ ചെയ്ത് റീച്ചാക്കാനുള്ള കഴിവില്ല. പിന്നെ ആകെ കഴിയുന്നത് ആരുടെയെങ്കിലുമൊക്കെ ഒരു ക്ലിപ്പ് കട്ട് ചെയ്യുക, എന്നിട്ട് ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുക, അവസാനം ഒരു 2 ഡയലോഗും പറയുക. അതിന് പ്രത്യേകിച്ച് കഴിവ് വേണ്ട, അതിന് അധ്വാനിക്കുകയും വേണ്ട, അതിന് പ്രത്യേകിച്ച് പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ഈ കുട്ടി ആ വിഷയത്തിൽ ഒരു ശ്രമം നടത്തി നോക്കി. ഏകദേശമൊക്കെ ലക്ഷ്യത്തിലേക്ക് എത്തുകയും ചെയ്തു. നമ്മുടെ നേരത്തെ 300, 400 ഒക്കെ വ്യൂവേഴ്സ് ഉണ്ടായിരുന്ന വീഡിയോകൾ അതൊക്കെ ഇപ്പൊ K എന്ന് കാണിക്കാൻ തുടങ്ങി. 10K, 29K, 112K, അങ്ങനെ K കാണാൻ തുടങ്ങിയപ്പോൾ കുട്ടിക്ക് ആവേശമായി. കാരണം വൈറലായി തുടങ്ങുകയാണല്ലോ. അങ്ങനെ കുട്ടി ഓരോ ഉസ്താദുമാരുടെ ക്ലിപ്പുകൾ ഇങ്ങനെ തപ്പിയെടുക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചെറിയ ക്ലിപ്പ് ആ കുട്ടിക്ക് കിട്ടി. ആദ്യത്തെ ചില ആയത്തുകൾ അത് അവതരിക്കാനുള്ളതിന്റെ കാരണമായി പറയപ്പെടുന്ന ഒരു കഥ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഭാര്യയായ ഹഫ്സ ബീവിയുടെ വീട്ടിലേക്ക് ഒരിക്കൽ പോകുന്നു. അവിടെ ഹഫ്സ ബീവിയെ കാണാതായപ്പോൾ തിരുനബിയുടെ അടിമ സ്ത്രീയായ മാരിയത്തു ബീവിയെ അങ്ങോട്ട് വിളിക്കുന്നു. അവിടെ വെച്ച് തിരുനബി മാരിയത്തു ബീവിയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. ഇത് കണ്ടുകൊണ്ട് ഹഫ്സ ബീവി വരുന്നു. ഹഫ്സ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് എന്റെ വീട്ടിൽ വെച്ചാണോ, എന്റെ വിരിപ്പിൽ വെച്ചാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നു. ആ സമയത്ത് ഹഫ്സ ബീവിയെ സമാധാനപ്പെടുത്താൻ വേണ്ടി ഹഫ്സ ബീവിയുടെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് അടിമ സ്ത്രീയാകുന്ന മാരിയത്തുമായി ഇനി ഒരിക്കലും ഞാൻ ബന്ധപ്പെടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സത്യം ചെയ്തു പറയുന്നു. ഇത് പറഞ്ഞപ്പോഴേക്കും അല്ലാഹു തആല
തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തിരുത്തിക്കൊണ്ട് വിശുദ്ധ ഖുർആനിലെ 66-ാമത്തെ അധ്യായമായ തഹ്രീം സൂറത്തിന്റെ ആദ്യത്തെ വചനങ്ങൾ അവതരിപ്പിക്കുന്നു. ഇങ്ങനെ ഒരു കഥ. ഇതാണ് മാനവരിൽ മഹാനായവന്റെ തനിനിറം. ഈ ഉസ്താദ് കള്ളത്തര പറയുന്നത് നിങ്ങൾക്ക് ആർക്കും പറയാൻ പറ്റൂല. അടിമപ്പെണ്ണിന്റെയോ അതേപോലെ തന്നെ ഭാര്യേന്റെയോ പേരൊക്കെ ഇദ്ദേഹം നല്ല കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. ഉസ്താദ് സോഷ്യൽ മീഡിയയിൽ വന്ന് സത്യം പറഞ്ഞുകൊണ്ട് ഇനി നിങ്ങൾ ആരും ഇദ്ദേഹത്തിനെ കള്ളനാക്കരുത്. ഇത്രേ ഉള്ളൂ. ആരുടെയെങ്കിലും ഒരു വീഡിയോ ക്ലിപ്പ് എടുക്കുക, അത് കാണിക്കുക, അത് പറയുന്ന സമയത്ത് ഇങ്ങനെ ഇളിച്ചോണ്ടിരിക്കുക, എന്നിട്ട് അവസാനം ഒരു 2 ഡയലോഗ്, കാര്യമൊക്കെ ആയി. എന്ത് എളുപ്പമാണ്. മറ്റേ കുത്തിയിരുന്ന് ഫിസിക്സും കെമിസ്ട്രിയും ഒന്നും പഠിക്കേണ്ട അധ്വാനം ഇല്ല. അതേപോലെ വെറൈറ്റി കണ്ടന്റുകൾ അന്വേഷിച്ച് അലയേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടും വളരെ എളുപ്പമാണ്, പെട്ടെന്ന് വൈറലാകും. കാരണം പറയുന്നത് ഉസ്താദുമാരെ കുറിച്ചും ഇസ്ലാമിനെ കുറിച്ചും ഒക്കെ ആണല്ലോ. അത് കാണാനും അതിങ്ങനെ പ്രചരിപ്പിക്കാനും കയ്യടിക്കാനും ഒക്കെ കുറേ ആളുകൾ ഉള്ളത് കൊണ്ട് മോൾക്കൊരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ മനുഷ്യരാണല്ലോ, ഏത് മതവും ആകട്ടെ. മനുഷ്യരെന്ന രീതിയിൽ നമുക്കൊരു നീതിബോധം ഉണ്ടല്ലോ, ഒരു ധാർമ്മികതയുണ്ടല്ലോ, ഒരു സത്യസന്ധത. മോള് ചെറിയ കുട്ടിയല്ലേ, വളർന്നു വരുന്നല്ലേ ഉള്ളൂ, ഇനിയും ഒരുപാട് ലോകം കാണേണ്ട കുട്ടിയല്ലേ. അതിന് കുറെ പ്രായം ദൈവം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി കിടക്കുകയാണല്ലോ. അതുകൊണ്ടാണ് മോളോട് വളരെ സ്നേഹത്തോടു കൂടി പറയുന്നത്. വൈറലാകാൻ കഴിയും, റീച്ച് ഉണ്ടാകും, വരുമാനം ഉണ്ടാകും, ആളുകളൊക്കെ കയ്യടിക്കുകയും ചെയ്യും. പക്ഷെ അതിനുള്ളിലും നമ്മുടെ മനസ്സാക്ഷിയിൽ ഒരു സത്യസന്ധത, ഒരു നീതിബോധം, അത് നമ്മൾ സ്വന്തം മനസ്സാക്ഷിയോടെങ്കിലും കാണിക്കണ്ടേ. മോൾ ഈ ക്ലിപ്പ് കാണിച്ചല്ലോ, എന്താണ് ഈ ക്ലിപ്പിന്റെ അപ്പുറോ ഇപ്പുറോ ഉള്ളത് എന്ന്, ഇതേത് വിഷയത്തിലാണ് സംസാരിക്കുന്നത് എന്ന്, ഇതാരോടാണ് സംസാരിക്കുന്നത് എന്ന് എന്തെങ്കിലും മോൾക്കറിയോ? ഇത് ഏതോ ജബ്രകള്, യുക്തിവാദികള്, നിരീശ്വരവാദികള്, ഇസ്ലാം വിരോധികൾ എൻ്റെ ഒരു വലിയ വീഡിയോയിൽ നിന്ന് മുറിച്ചെടുത്ത ചില ഭാഗം മാത്രമാണിത്. ഇത് സത്യത്തിൽ ഈ കഥ ഞാൻ പറയുന്നത് ഇസ്ലാം വിരോധിയായ ജാമിദ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, മോൾക്കറിയോ? അവര് ഇങ്ങനെ ഒരു സംഭവം എടുത്തുകൊണ്ടുവന്ന് ഇസ്ലാമിനെ വിമർശിച്ചു. അവര് വിമർശിക്കാൻ വേണ്ടി കാരണമായി കണ്ടെത്തിയ വീഡിയോ റഫീഖ് സലഫി എന്ന് പറയുന്ന ഒരു മുജാഹിദ് സുന്നി എന്നൊക്കെ പറഞ്ഞാൽ മോൾക്കറിയോന്ന് എനിക്കറിയില്ല, ഒരു മുജാഹിദ് വിഭാഗത്തിൽപ്പെട്ട ഒരാളുടെ വീഡിയോയായിരുന്നു. അപ്പൊ ജാമിദ പറഞ്ഞതും ശരിയല്ല, റഫീഖ് സലഫി പറഞ്ഞതും ശരിയല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ആ സംഭവം ഞാനൊന്ന് ഉദ്ധരിക്കുന്നതാണ്. ഇങ്ങനെ ഒരു കഥ അത് അംഗീകരിക്കപ്പെടാൻ പറ്റുന്ന സ്രോതസ്സിൽ നിന്ന് വന്നിട്ടില്ല എന്ന് പറയാൻ വേണ്ടി സംസാരിക്കുന്ന വീഡിയോയാണത്. മോൾ അതിൻ്റെ ബാക്കിയൊന്നും കാണാത്തതുകൊണ്ടാണ്. മോൾക്കതിന് കഷ്ടപ്പെടാനുള്ള താല്പര്യമില്ല. ഇനി അധ്വാനിച്ച് കണ്ടുപിടിക്കാനാണ് അതിന് പ്രത്യേകിച്ച് കഴിവുമില്ല. അതുകൊണ്ട് മോള് കിട്ടിയത് കൊണ്ടൊരു വീഡിയോ ചെയ്തതാണ്. എന്നാൽ മോൾക്ക് ഞാനൊന്ന് കാണിച്ചു തരാം. ഇത് ഒരു വീഡിയോ മാത്രമല്ല, ഒരു 10-12 വീഡിയോകൾ ഈ വിഷയത്തിൽ മാത്രം ഞാൻ ഇറക്കിയിട്ടുണ്ട്. അതിലൊരു വീഡിയോയിൽ പറയുന്നത് മോളൊന്ന് കേട്ടു നോക്ക്. എന്താണ് ഇമാം നവവി റഹിമഹുള്ള പറയുന്നത്? 66-ാമത്തെ അധ്യായമായ സൂറത്തു തഹ്രീമിന്റെ 1-ാമത്തെ വചനം അവതരിച്ചത് അത് തേനിന്റെ കഥയുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. ജാമിദ വീഡിയോയിൽ പറയുന്നുണ്ട്, അങ്ങനെയൊക്കെ ചില സംഭവങ്ങൾ ആളുകൾ പറയുന്നുണ്ട് എന്ന്. ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ ഉദ്ധരിച്ച സംഭവം, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൈനബ് ബീവിയുടെ വീട്ടിൽ നിന്ന് തേൻ കുടിച്ചു. ആയിഷ ബീവിയുടെ വീട്ടിൽ വന്നപ്പോൾ ആയിഷ ബീവി പറഞ്ഞു, നബിയെ അങ്ങ് മഗാഫീർ കുടിച്ചിട്ടുണ്ടോ, പനങ്കള്ള് കുടിച്ചിട്ടുണ്ടോ? നബി തങ്ങൾ പറഞ്ഞു, ഇല്ല, ഞാൻ തേൻ കുടിച്ചു, എന്തോ ഒരു ദുർഗന്ധം വരുന്നു എന്ന് ആയിഷ ബീവി പറഞ്ഞപ്പോൾ തന്റെ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ഗന്ധമാണ് തേനിനുള്ളതെങ്കിൽ ഇനി ഞാൻ അത് ഉപയോഗിക്കില്ല എന്ന് സത്യം ചെയ്തു പറഞ്ഞപ്പോൾ അള്ളാഹു അനുവദിച്ച ഒരു ഭക്ഷണത്തെ എന്തിനാണ് നബിയെ അങ്ങ് നിഷിദ്ധമാക്കിയത് എന്ന് ചോദിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിലെ 1-ാമത്തെ വചനം അവതരിച്ചു. ഇതാണ് യഥാർത്ഥ സംഭവം. ഇമാം നവവി റഹിമഹുള്ള പറയുന്നു, കമാ അന്ന സ്വഹീഹ ഫീ സബബി നുസൂലിൽ ആയ, ഈ പറയപ്പെട്ട ആയത്തിന്റെ അവതരണ കാരണം അന്നഹ ഫീ ഖിസ്സത്തിൽ അസ്വൽ, അത് തേനുമായി ബന്ധപ്പെട്ട കഥയിൽ വന്ന കാര്യമാണ്. ലാ ഫീ ഖിസ്സത്തി മാരിയ, മാരിയയുടെ കിസ്സയിൽ പെട്ടതല്ല. അൽ മർവിയ്യി ഫീ ഗൈരി സ്വഹീഹൈനി, സ്വഹീഹൈനിയിൽ വരാത്ത ഒരു റിപ്പോർട്ട്, ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യാത്ത മറ്റു ചില ഹദീസ് ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുള്ള ഒരു റിപ്പോർട്ടാണത്. വലം തഅതി ഖിസ്സത്തു മാരിയ മിൻ ത്വരീഖിൻ സ്വഹീഹിൻ, മാരിയയുടെ ഈ സംഭവം സ്വഹീഹായ ഒരു വഴികളിലൂടെയും സ്ഥിരപ്പെട്ടിട്ടില്ല. പറയുന്നത് ഇമാം നവവി റഹിമഹുള്ളയാണ്. എന്നിട്ട് അതിന്റെ തൊട്ടടുത്ത് പറയുന്നുണ്ട്, ഇമാം നസായി പറഞ്ഞു, ഈ തേനിന്റെ സംഭവം അത് വളരെ സ്ഥിരപ്പെട്ട പരമ്പരയിലൂടെ വന്നിട്ടുള്ളതാണ് എന്ന് പറഞ്ഞതും ഇമാം നവവി എടുത്തുദ്ധരിക്കുന്നുണ്ട്. ഇനി ഇബ്നു കസീർ വേണോ?
ഇബ്നു കസീറിന്റെ തഫ്സീർ എടുത്ത് വായിച്ചു നോക്കൂ. ഈ ഒന്നാമത്തെ ആയത്തിന്റെ അവതരണ പശ്ചാത്തലവുമായി പല കാര്യങ്ങൾ പറഞ്ഞിട്ട് വസ്വഹീഹു അന്നദാലിക ഫീ തഹ്രീമിഹിൽ അസൽ, സ്വഹീഹായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തേനിനെ നിഷിദ്ധമാക്കി എന്ന വിഷയത്തിലാണ് ഈ ആയത്ത് അവതരിച്ചിട്ടുള്ളത്. കമാ ഖാലൽ ബുഖാരിയു ഇൻദ ഹാദിഹിൽ ആയ, ഇമാം ബുഖാരി ഈ ആയത്തിനെ കുറിച്ച് പരാമർശിക്കുന്നിടത്ത് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ വന്നതുപോലെ എത്ര വ്യക്തമായി ഇസ്ലാമിക പ്രമാണങ്ങളിലുണ്ട്. എന്നിട്ടും ഇതൊക്കെ ഉണ്ടായിട്ടും സ്വഹീഹല്ലാത്ത ഒരു കഥ എടുത്തിട്ട് എന്തിനാണ് റഫീഖ് സലഫി ജാമിദയെ പോലെയുള്ളവരുടെ മുമ്പിൽ ഇട്ടുകൊടുത്തത്? നിങ്ങളും ജാമിദയുടെ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന ആളാണോ? പല വിഷയത്തിലും എനിക്ക് ആ സംശയം ഉണ്ടായിട്ടുണ്ട്. പലതും ഞാൻ ചോദിച്ചിട്ടുണ്ട്, താങ്കൾ മിണ്ടിയിട്ടില്ല. താങ്കൾ ഇങ്ങനെ ഒരുപാട് ഇസ്ലാമിക കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന വലിയ പണ്ഡിതനാണ് എന്ന് നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആരൊക്കെയോ പറയാറുണ്ടല്ലോ. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ഈ പറയപ്പെട്ട ആയത്ത് അത് മാരിയത്തു ബീവിയുടെ കാര്യത്തിൽ അവതരിച്ചതാണ് എന്ന് സ്വഹീഹായ വല്ല പരമ്പരയിലൂടെയും സ്ഥിരപ്പെട്ടതാണോ? അല്ലല്ലോ. പക്ഷേ നിങ്ങൾക്കറിവില്ലാത്തത് കൊണ്ടോ എന്തോ എനിക്കറിയില്ല, നിങ്ങൾ അത് പറഞ്ഞു, ജാമിദ അത് ആയുധമാക്കി. ഇനി ജാമിദയോട് പറയാനുള്ളത്, നിങ്ങൾ വലിയ സ്വതന്ത്ര ചിന്തകരും യുക്തിവാദികളും നിരീശ്വരവാദികളും എക്സ് മുസ്ലിമുകളും അങ്ങനെ എന്തൊക്കെ പറയാൻ പറ്റുമോ അതൊക്കെയാണല്ലോ. എന്നാൽ നിങ്ങളുടെ ധാർമ്മികതയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാരിയ എന്ന അടിമ സ്ത്രീയുമായി മാരിയയുടെ സമ്മതപ്രകാരം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് തെറ്റാണോ ശരിയാണോ? അപ്പൊ മോളെ, ഇത് ഇസ്ലാം വിമർശകയായ ജാമിദയ്ക്കും അതേപോലെ ഈ സംഭവം എടുത്തുകൊണ്ടുവന്ന റഫീഖ് സലഫി എന്ന ഒരു മുജാഹിദ് പണ്ഡിതനും മറുപടി പറഞ്ഞ വീഡിയോയാണിത്. ഇതിൽ ആ സംഭവത്തെ ഞാൻ എതിർക്കുകയാണ്. അത് സ്വഹീഹായ എന്ന് പറഞ്ഞാൽ അംഗീകരിക്കപ്പെടാൻ പറ്റുന്ന ഒരു സ്രോതസ്സിൽ നിന്ന് വന്നിട്ടുള്ള കഥയല്ല എന്ന് പ്രാമാണികമായ രേഖകൾ വായിച്ചുകൊണ്ട് അതിനെ എതിർക്കുന്നതാണ് സത്യത്തിൽ ഈ വീഡിയോ. മോൾ അതിൻ്റെ ഒരു ഭാഗം മാത്രം എവിടെ നിന്നോ കിട്ടിയ ക്ലിപ്പാണ്. അതിങ്ങനെ പ്രചരിപ്പിച്ചിട്ട് ഉസ്താദുമാരുടെയും മാനവരിൽ മഹോന്നതരെന്ന് പറയുന്നവൻ എന്നൊക്കെ മോൾ ഉപയോഗിച്ച ഭാഷയില്ലേ, ഞങ്ങൾ ഏറെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ പ്രവാചകർ, ആ പ്രവാചകരെയൊക്കെ ആക്ഷേപിക്കാൻ വേണ്ടി മോൾ ഉപയോഗിച്ചതാണ്. അതിൽ ഞാൻ ജാമിദയോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അതേ ചോദ്യം ഹൈന്ദവ മതവിശ്വാസിയായ മോളോടും എനിക്ക് ചോദിക്കാൻ കഴിയും. പക്ഷെ ഞാൻ അത് ചെയ്യുന്നില്ല. കാരണം വേറെ മതങ്ങളെയും അതിൻ്റെ വിശ്വാസങ്ങളെയൊന്നും ആക്ഷേപിക്കലും പരിഹസിക്കലും ഞങ്ങളുടെ ലക്ഷ്യമല്ല. മോള് ഒരു ഹൈന്ദവ മതവിശ്വാസിയാണല്ലോ. അമ്പലത്തിൽ പൂജയ്ക്ക് പോകുന്നുണ്ട്, അവിടെ നിന്ന് കിട്ടുന്ന പ്രസാദം വാങ്ങുന്നുണ്ട്, കഷ്ടപ്പെട്ട് മുകളിലെത്തി, അതിലൊക്കെ മോള് കഷ്ടപ്പെടുന്നുണ്ട്, കഷ്ടപ്പെട്ട് മുകളിലെത്തി അവിടെ നിന്ന് കിട്ടുന്ന ചോറ് കഴിക്കുന്നുണ്ട്. ഇതിനെ ഒന്നും നമ്മൾ പരിഹസിക്കില്ല. അതൊക്കെ മോളുടെ വിശ്വാസമാണ്. മോൾ ഈ പഠിക്കേണ്ട പ്രായത്തിൽ ഇങ്ങനെ റീലുകൾ ഉണ്ടാക്കി മറ്റുള്ള മതങ്ങളെ ആക്ഷേപിച്ച് ഉസ്താദുമാരുടെ ക്ലിപ്പുകൾ എടുത്തുകൊണ്ട് വന്നിട്ട് പരിഹസിച്ചിട്ട് മോൾ എന്ത് നേടാനാ? വൈറലാകാനാണോ? അതല്ലെങ്കിൽ യൂട്യൂബിൽ നിന്നുള്ള വരുമാനം ഉദ്ദേശിച്ചാണോ? എന്നാൽ മോളെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സ്വന്തം മനസാക്ഷിയില്ലേ, ആ മനസാക്ഷിയോടൊരു സത്യസന്ധത കാണിക്കണ്ടേ? മോളിപ്പോൾ പഠിക്കേണ്ട പ്രായമല്ലേ? എൻ്റെ മൂത്ത മോൻ്റെ പ്രായം പോലും മോൾക്കില്ല. എൻ്റെ മൂത്ത മോൻ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കാൻ, മോളിപ്പോൾ +1 പഠിക്കേണ്ട പ്രായമായിട്ടുള്ളൂ. ഈ സമയത്ത് എന്തെങ്കിലും 4 അക്ഷരം പഠിച്ച് ആരെങ്കിലുമൊക്കെ ആകേണ്ടതിന് പകരം എന്തിനാണ് മോളെ ഇങ്ങനെ എടുത്താൽ പൊങ്ങാത്ത കാര്യങ്ങളിൽ തലയിട്ട് മറ്റു മതങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെയൊക്കെ ആക്ഷേപിക്കാൻ നടക്കുന്നത്? നന്നായി പഠിച്ചൂടെ? എന്തെങ്കിലുമൊക്കെ ആകാൻ നല്ലൊരു വഴി അതല്ലേ? ഇതൊക്കെ ഊടുവഴികളും കുറുക്കുവഴികളുമാണ്. ഇതൊന്നും എന്നും നിലനിൽക്കില്ല മോളെ. അതേപോലെ ഈ കുട്ടിയുടെ വീഡിയോകൾ അമ്മ കാണുന്നുണ്ടെങ്കിൽ അമ്മയോടും ചോദിക്കാനുള്ളത്, നിങ്ങളൊരു ഹൈന്ദവ മത വിശ്വാസിയല്ലേ, ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്ന നിങ്ങളുടെ മോളെയും കൂടി അതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്ത് മറ്റു മതങ്ങളെയൊന്നും ആക്ഷേപിക്കണ്ട, കുറ്റപ്പെടുത്തണ്ട, പരിഹസിക്കണ്ട എന്നൊന്ന് ഉപദേശിച്ചു കൊടുക്കാൻ അമ്മയ്ക്കും ഒരു ബാധ്യതയില്ലേ? ഇതിങ്ങനെ മോള് ദിനം പ്രതി എന്നോണം വേറെ പ്രത്യേകിച്ച് കഴിവൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ വൈറലാകാൻ ശ്രമിക്കുന്നതാണ്. പക്ഷെ അതൊന്നും നിലനിൽക്കില്ല എന്ന് അമ്മ കൂടി ആ മോളെയൊന്ന് ഉപദേശിച്ചു കൊടുക്കണം. ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ വിവരമുള്ള, വിഷയങ്ങൾ പഠിച്ചിട്ടുള്ള, കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള, ഞാൻ പറയുന്ന അറബി പേരുകൾ പോലും മോൾക്കൊന്ന് എടുത്തു പറയാൻ പോലും കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ മോളെ ഞാൻ കുറ്റപ്പെടുത്തുന്നല്ല, മോള് കുട്ടിയാണ്. പക്ഷേ അതിനൊക്കെ കഴിയുന്ന ആളുകൾ കൈകാര്യം ചെയ്യേണ്ട വിഷയമല്ലേ? ആ വിഷയം തന്നെ എടുത്ത് മോളിങ്ങനെ കാണിക്കുമ്പോൾ എന്താണ് അതിൻ്റെ സത്യാവസ്ഥ എന്നെങ്കിലുമൊക്കെ ഒന്ന് പരിശോധിക്കാനുള്ള ഒരു സത്യസന്ധത കാണിക്കണ്ടേ? അതെങ്കിലും ചെയ്യണമെന്ന് വിനീതമായി ഓർമ്മപ്പെടുത്താൻ എന്തെങ്കിലുമൊക്കെ പഠിച്ചാൽ ഭാവി ഉണ്ടാകും. ഇതൊക്കെ കൂമ്പടഞ്ഞു പോകും. ഒരുപാടൊന്നും നിലനിൽക്കില്ല മോളെ.